ഹലോ, വെൽക്കം ബാക്ക് ടു റസീസ്. കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൊട്ടീനായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അതായത് രാവിലെയാണ് കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ ഉള്ള അവസ്ഥയാണ്. ഒരു 6 മണിക്ക് ശേഷമാണ് ഇങ്ങനെ. ഒരു 6:15 കഴിഞ്ഞാൽ പിന്നെ നല്ല നേരം വെളുത്ത് തുടങ്ങും. അങ്ങനെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആദ്യമുള്ള പണി തുണികൾ മടക്കി വെക്കലാണ് കേട്ടോ. തലേദിവസം തിരുമ്പിട്ടത് ചിലപ്പോൾ കൊടുന്ന് വെച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിലോ സൈഡിൽ അയലിലായിരിക്കും. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുന്ന് മടക്കി വെക്കും. അതിനിടയ്ക്ക് ഞാൻ ചായ വെച്ചിട്ടുണ്ടാവും. കുട്ടികൾക്ക് പോകുമ്പോൾ ചായ വേണം. അവർ ഇടയ്ക്ക് കുടിച്ചും ഇടയ്ക്ക് കുടിച്ചില്ല, അങ്ങനെയൊക്കെ ഒരു പോലാണ്. അപ്പോൾ എന്തായാലും ചായ കുറച്ചെടുത്തിട്ട് ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് തുണികൾ മടക്കാൻ നിൽക്കുക കേട്ടോ. ചായയുടെ ഒപ്പം കടിക്കാൻ എന്തെങ്കിലും ഉണ്ട് എന്ന് എല്ലാവർക്കും ചായ വേണ്ടി വരും. ഇല്ല, ചിലപ്പോൾ എല്ലാവരും കുടിക്കും, ഇല്ലെങ്കിലോ ആരും കുടിക്കാതെ അങ്ങനെ പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് അവരുടെ ഹാല്. ഞാൻ വീഡിയോ എടുക്കുകയാണ് പറഞ്ഞപ്പോൾ അവരെന്നെ കളിയാക്കാണ് കേട്ടോ. എത്ര ദിവസം ഉണ്ടാവും എന്നാവില്ല മിസ് ചെയ്യുന്ന പറഞ്ഞിട്ട്. അപ്പോൾ അതാ അങ്ങനെ അവർ പോവുകയാണ്. ഇന്നിപ്പോൾ സ്കൂളിലാത്ത കാരണം കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ മദ്രസക്ക്. കൊണ്ടുപോകലൊന്നുമില്ല, ഇന്ന് അവൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊണ്ടുപോകാം. അങ്ങനെ അവർ പോയി. ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊട്ടിരിച്ചതിന് ശേഷം വേണം ഒരു തിരക്കന്ന് തുടങ്ങാൻ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം 2 റൂമൊക്കെ കൂട്ടി വെച്ചതിന് ശേഷം അലക്കാൻ. ഇനിയുള്ള പണി പറയുമ്പോൾ മുറ്റടിക്കലാണ്. അതും കൂടി കഴിഞ്ഞ് സിറ്റൗട്ടും തുടച്ചിട്ട് ഞങ്ങളുടെ ഉള്ളിൽ കയറിട്ടോ. പിന്നെ ഉള്ളിലത്തെ പണികൾ എടുക്കാൻ വേണ്ടി തീരുമാനിക്കലാണ്. അപ്പോൾ അങ്ങനെ സിറ്റൗട്ട് തുടക്കലും കഴിഞ്ഞു. ഒക്കെ കൂടി ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നാൽ സമയം കുറച്ച് പോകും. അപ്പോൾ കാരണം അങ്ങനെ എല്ലാവരും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഉള്ളടിച്ചു വരി തുടക്കും കേട്ടോ. ഉള്ളടിച്ചു വരി തുടച്ചതിന് ശേഷമുള്ളൂ കുക്കിങ്ങും എന്ത് പരിപാടിക്കും നിൽക്കല്. ഇല്ലയെന്നുണ്ടെങ്കിൽ അന്നാ തുടക്കലുണ്ടാവില്ല. അങ്ങനെ വേഗം പോയിരിക്കും കടയ്ക്ക്. പിന്നെ കുട്ടികൾ വരുന്നതിന് മദ്രസട്ട് വരുന്നതിന് മുന്നേ ആകുമ്പോൾ നമുക്ക് നമ്മളുടെ ലെവലിൽ അങ്ങനെ ക്ലീൻ ചെയ്തിടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ പോയി ചവിട്ടിയിട്ട് അങ്ങോട്ട് കിടന്നിട്ടും പിന്നെ നമുക്ക് തന്നെ ഭ്രാന്താവാൻ. എല്ലാവരും എന്നെപ്പോലെ ആയിക്കൊള്ളണമെന്നില്ല. എനിക്ക് തുടച്ചോടത്തുകൂടെ ചവിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമുള്ള കാര്യം കേട്ടോ. അപ്പോൾ പിന്നെ അവർ വരുന്നതിന് മുന്നേ ഉണങ്ങി കിട്ടിയാലേ പിന്നെ ചവിട്ടിയാലും പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് വേഗം അടിച്ചു വരി തുടച്ചിടും. അങ്ങനെ ഒരുവിധം എല്ലായിടവും ക്ലീനാക്കി ഇട്ടതിന് ശേഷം അടുക്കളയിൽ കയറും. പിന്നെ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാൻ വെച്ചിട്ടോ, ഉച്ചക്കും രാവിലേക്കും കൂടിയായിട്ട്. അപ്പോൾ അതിനുള്ള അരി കുക്കറിലിട്ടിക്കണു. ഇതാ മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെയുള്ള ഉള്ളിയും തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാക്കുന്ന അതിനെ സെറ്റാക്കട്ടെ. അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് അങ്ങനെ എല്ലാതും ഇട്ട് വെക്കാൻ പറ്റിയൊരു ബോക്സ് ആട്ടോ. അത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. 113 രൂപ അങ്ങനെ എന്തോ ആണ്. 2 ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ട് വെക്കാനുള്ള പൊടി ഐറ്റംസ്, സാമ്പാർ പൊടി, കായം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ബോക്സിലായിരിക്കും. അതും അങ്ങനെ ഇട്ട് വെക്കാം. അപ്പോൾ അങ്ങനെ 2 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളി വാട്ടാനുള്ള എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും തികച്ചും ഓപ്ഷണലായ സംഭവമാണല്ലോ, ഉണ്ടെങ്കിൽ ഇടുക അല്ലെങ്കിലാണ്. അങ്ങനെ അതിട്ട് വറുത്ത് കോരി വെച്ചു. പിന്നെ ഉള്ളി വാട്ടി തക്കാളിയൊക്കെ ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് സെറ്റാക്കി. അത് അടച്ച് വെച്ച് നല്ലോണം വേവിച്ചതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ഇടുകയാണ്. നല്ല രസമുണ്ടല്ലേ, എല്ലാ പൊടികളും ഒരേ കളറ്. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെ
ഗരം മസാലയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇങ്ങനെ അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി പറഞ്ഞിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്ക് ഇതാ നമ്മുടെ റൈസൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് പൊട്ടുക, ഇളക്കുക, അടച്ച് വെക്കുക. പിന്നെ മുട്ട അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്തിട്ട് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ പുഴുങ്ങി വെച്ചത് തൊലിച്ച് വെക്കുക, അങ്ങനെ എടുക്കുക, കഴിക്കുക. അത്രയേ ഉള്ളൂ. അതങ്ങനെ അടുക്കള ക്ലീനാക്കിയില്ല കേട്ടോ. ക്ലീനാക്കി ഇട്ടതിന് ശേഷമാണ് ഞാൻ മുട്ട തൊലിക്കണം കേട്ടോ. അങ്ങോട്ട് തൊലിക്കുന്നത്. പിന്നെ ഈ മുട്ട തൊലിക്കുമ്പോൾ ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം ഒന്നിങ്ങനെ പ്രസ്സാക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് പൊടിയില്ലേ, അങ്ങനെ അതിന് ശേഷം മുട്ട തൊലിക്കുമ്പോൾ എനിക്ക് വേഗം കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താവുന്നറിയില്ല. നമ്മൾ വീഡിയോ എടുക്കുക ഒരാളെ ഇരുന്നവരൊക്കെ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ശരിയാവാറില്ലല്ലോ. അപ്പോൾ ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി തൈരും ഉണ്ട് കേട്ടോ, അച്ചാറൊന്നുമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.